Spirituality always gives the peace of mind. Souls never brood over the mistakes of the past. They continuously evolve along with purposefulness, power, purpose, and proximity. What one can do in the present circumstances, that's where I propose so many varieties of business opportunities, attitudes, so that many can engage in building their confidence and to feel the power is flowing to them in such a manner, invisibly and visibly, then that itself is the grace towards me souls to find opportunities to grow with me and with Globumenons. Globumenons organizing language can be any language suitable for Menons. Many outside Kerala, Menons speak different languages. That's a blessing in disguise too. എന്നാൽ മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ. അവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു ദൈവികമായിട്ടുള്ള മാർഗത്തെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അതിൽ പരം ആനന്ദം വേറെ എന്തുണ്ട്? ഉത്തരവാദിത്വ ബോധം കൂടുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണോ മനുഷ്യർ ഓരോ സ്ഥലങ്ങളിലും ഭുജാതമായിരിക്കുന്നത്, അതെല്ലാം ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കഴിവുകളെ വേണ്ട വിധം ഉപയോഗിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യം. അവിടെ മാത്സര്യ ബുദ്ധിയേക്കാൾ കൂടുതൽ വേണ്ടത് അവരവരുടെ വേണ്ട രീതിയിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഉണരുവാനും ഉയരുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതാണ് ആഗോള മേനവ സംഗമത്തിന് ആയി ഒരുങ്ങുന്ന മേനവന്മാരുടെ ഒരു ജീവിത രീതി. മനുഷ്യരാശിയെ മൊത്തം രക്ഷിക്കുവാൻ പോകുന്ന മനസ്സാന്നിധ്യത്തിൻ്റെ നേതൃത്വ ശൈലിയുള്ളവരാണ് സഹജമായിട്ടുള്ള മാനോൺസിൻ്റെ DNAs. ഇത് ലോകത്തെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കഴിഞ്ഞു പല വിധത്തിലുള്ള കാരണങ്ങളാൽ. എന്നാൽ പിന്നെ ആ അവസരം ശരിയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് പകരം അത്യന്താധുനിക കാലത്തിലെ ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരവർക്ക് യൂണിറ്റിയും സമ്പത്തും പല വിധത്തിലുള്ള ആധ്യാത്മിക കാഴ്ചപ്പാടുകളെ കൊണ്ട് നിറഞ്ഞ ഒരു നിജരാജ യോഗിയുടെ ജീവിത ദൗത്യത്തിലേക്കും ഉണരാൻ കഴിയും. വരാൻ പോകുന്ന കുറേ വർഷങ്ങളിലേക്ക് പലതരത്തിലുള്ള ആധ്യാത്മിക ബോധം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രോഗ്രാമുകളും വിഭാവന ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനു ഭയക്കണം ഭാവിയെക്കുറിച്ച്? ഓരോരുത്തരും മേനോന്മാരുടെ കഴിവുകൾ ഓർഗനൈസ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അത് ലോകത്തിന് മുഴുവനും ഉപകാരപ്രദമാകുകയും ചെയ്യും. ഒരു ആധ്യാത്മിക വ്യക്തിത്വത്തിൻ്റെ വരവിനോടനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രക്രിയ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയായി മനസ്സിലാക്കുന്ന വിധത്തിൽ അവരവർ തന്നെ ഉണരുമ്പോൾ മേനവന്മാരുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടും. അതിലൂടെ മാത്രമേ രണ്ടാം വരവിനെക്കുറിച്ചും
ലോകത്തിന് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. അത് വേണ്ടാത്തവർക്ക് നിജരാജയോഗിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന നിജയോഗ പഠിക്കുവാനായിട്ടുള്ള പല അവസരങ്ങളും കിട്ടുകയും ഓരോ സോളിനും അവരവരുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് കൂടിച്ചേരുമ്പോൾ പല വിധത്തിലുള്ള ആദേശവും ആശയവും ഉരുത്തിരിച്ച് അവർക്ക് നിജരാജയോഗിയുടെ ആഗോള മാനവ സംഗമത്തിൻ്റെ രീതിയിലേക്ക് പങ്കുചേരാം, ഉണരാം. സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള അവസരവും അവരവർക്ക് തന്നെ ഉണ്ടാക്കാം, ഇൻഡിപെൻഡൻ്റായി തന്നെ. അവിടെയാണ് മിപ്പവർ യോഗ മനുഷ്യരെ, മാനവരെ ഉദ്ധരിക്കുന്നു. ബിസിനസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ. സ്ട്രൈറ്റ്, ഹയസ്റ്റ് 3.